നമ്മൾ എൻ്റെ കൂടെ ഒരു ഗുഡ് ലുക്കിംഗ് ഗേൾ ഉണ്ട് എന്നുള്ളത് മറ്റുള്ള ആൾക്കാരിലേക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ആൾക്കാർ ഇത്തരത്തിൽ എന്റർടൈൻമെന്റ് പബ് അല്ലെ എനിക്ക് അവൻ ഇന്ന് വാങ്ങി എനിക്ക് അതിനും വലിയത് വാങ്ങണം, അവൻ ഇന്നേ സാധനം ഉണ്ടാക്കി എനിക്ക് അതിനും വലിയ സാധനം ഉണ്ടാക്കണം, അവരൊക്കെ ഇന്ന റെസ്റ്റോറന്റുകളിൽ പോകുന്നുണ്ട്, നമ്മൾക്കും ഇതേപോലത്തെ നല്ല റെസ്റ്റോറന്റിൽ പോയിട്ട് അടിച്ചു പൊളിക്കണം എന്ന് ആലോചിക്കുന്ന എനിക്ക് തോന്നുന്നു അവരിത് ഒരു പബ്ലിസിറ്റി കൊടുത്ത് ഒരു സ്ഥിരം ഒരു വേശ്യാലയം പോലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആ പെട്രോൾ പമ്പിൽ ആ ബാത്റൂം. അത് അവിടുത്തെ ജീവനക്കാർക്ക് അറിയുണ്ടാവും. അവൾ വന്നത് വിവസ്ത്രയായിട്ടാണ്, ഡ്രസ് ഇല്ലാതെയാണ് അവൾ വന്നത്. കൊച്ചിയിൽ പെൺകുട്ടികളെ പൈസയ്ക്ക് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം മസാജ് സെന്ററുകൾ, സ്പാ, റിസോർട്ടുകളിലൊക്കെ ഇത് ലഭ്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാവ നിഷ്കളങ്കനായിട്ടുള്ള ഒരു യുവാവിന്റെ തലയിൽ കൊണ്ട് ഇടരുത്. അത് മാത്രം എനിക്ക് അവനതിനെ ഫോളോ ചെയ്യുന്നുണ്ട്, അത് മുന്നിൽ നടക്കുന്നുണ്ട്. എന്താ സംഭവം? അടിച്ചു കിണങ്ങിയതാണോ? എന്താ ആ പെൺകുട്ടി വല്ല പ്രശ്നത്തിൽ പെട്ട് കിടക്കുവാണോ ഇല്ലേ ഒന്നും നമുക്കറിയില്ല. ശരിയല്ലേ? ആ വണ്ടി അങ്ങ് ഫ്രണ്ടിലുണ്ട്. ഇതിന്റെ നൈറ്റ് വ്യൂ അത്ര പോരാ, അതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ അല്ല. ആ പെൺകുട്ടി റൈറ്റ് സൈഡ് ലൈനിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതേപോലെ ലെഫ്റ്റില് ആ ഫോക്സ് ഫോഗൻ കാറ് പോകുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ ഒന്നും അല്ല പെൺകുട്ടി. അപ്പൊ ഒന്നുകിൽ അടിച്ച് കിണങ്ങി കട്ടായതോ അങ്ങനെ എന്തെങ്കിലും ആണ്. അപ്പോ പയ്യന്മാരാണ് എന്തായാലും കാറിലുള്ളതെന്ന് ഉറപ്പാണ്. ഇത് കളിയാണോ അല്ലെങ്കിൽ കിളിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ രണ്ട് കാറും എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. മനസ്സിലായി. ഞാൻ ടാക്സി ഡ്രൈവറാണ്. ഞാൻ ആ സൺറൈസ് ഹോസ്പിറ്റൽ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ബോധം ഇല്ലാതെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നിൽ രണ്ട് കാറുകൾ വളരെ പതിയെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടി പല ഡയറക്ഷനിലേക്ക് നടക്കുന്നു. മാവേലിപുരം ടുവാർഡ്സ് ആ ഒരു സിഗ്നലിന്റെ ഭാഗത്തേക്ക് നടക്കുന്നു, പിന്നെ അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് പിന്നെ NGO ക്വാർട്ടേഴ്സിന്റെ ഭാഗത്തേക്ക് നടക്കുന്നു. പിന്നെ പാതി വഴിയിൽ ഇവര് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ NGO ക്വാർട്ടേഴ്സിന്റെ അടുത്തുനിന്ന് ഈ പറഞ്ഞ ഞാൻ ഇങ്ങനെ ബാക്കിൽ ഫോളോ ചെയ്തിട്ടുണ്ടായി, എന്നാ സംഭവം എന്നറിയാത്തതുകൊണ്ട്. അപ്പൊ ഇവര് ആ കാർ കയറി പിന്നെ പോയി എന്ന് പറഞ്ഞു അടുത്തുള്ള ഒരാള്. ഞാനിങ്ങനെ ഫോളോ ചെയ്തപ്പോ ഇവര് വണ്ടിയുടെ നമ്പർ. അവനെ ഫോളോ ചെയ്യുന്നുണ്ട്, അത് മുന്നിൽ നടക്കുന്നുണ്ട്. എന്താ സംഭവം? അടിച്ചു കിടങ്ങിയതാണോ? എന്താ? KL40U 6336 സ്കോഡ. നടന്നു പോകുന്നുണ്ട്. അതേപോലെ അതിൻ്റെ മുമ്പിൽ ഓളോ കാറ് ഫോളോ ചെയ്തു. സദാചാരം കളിക്കുന്നൊന്നുമല്ല, ഇതിന്റെ പേരിൽ ഒരു കണ്ടന്റ് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു വിയർഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള വീട്ടിലേക്കുള്ള ഒരു സാധനം. അപ്പോൾ തുടക്കത്തിൽ കണ്ട ക്ലിപ്പ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. കാക്കനാട് നിന്ന് ഞാൻ എടുത്ത ക്ലിപ്പാണ്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയാം. അതിനു മുന്നേ ആ ഒരു 2 മിനിറ്റ് കാണുമ്പോഴേക്ക് ചിലവർക്ക് ഒരു ഉള്ളിൽ ഒരു കുരു പൊട്ടും. അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ കമന്റിൽ വന്നിട്ട് പല രീതിയിൽ കമന്റ് അടിച്ച് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ മോശമായിട്ട് അല്ലെങ്കിൽ എനിക്ക് എതിരായിട്ട് വരുന്ന കമന്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു പ്രതികരണം, എൻ്റെ അന്നദാന ചടങ്ങ് ഞാൻ അവർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. അതായത് ചിലർ പറയും, നീ അവരുടെ പ്രൈവസിയിൽ കടന്നു കയറി, നീ പാതിരാത്രിയിൽ നീയും അവരെ പിന്തുടരുന്നു, അങ്ങനെ പിന്തുടരാൻ പാടില്ല, നിനക്ക് എന്തിന്റെ കേടാണ്, നീ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? അവരെ പാടായി, അവർ സുഹൃത്തുക്കൾ വല്ലതും ആയിരിക്കും, നീ എന്തിനാണ് നോക്കുന്നത്? ഇത് കൊച്ചിയല്ലേ ബ്രോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിനക്ക് പിന്നെ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ല നിനക്കൊന്നും കാമികാരൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള കഴപ്പാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറെ കമന്റോളികൾ ഉണ്ടാവും, അത്യാവശ്യം പുരോഗമന ചിന്താഗതിക്കാർ. അപ്പൊ അവരോട് ഞാനൊരു കാര്യം പറയാം. എടാ മൈരികളെ, നിങ്ങൾ അത്യാവശ്യം പുരോഗമന മോഡേണൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതായത് സ്വന്തം വീട്ടിൽ പെങ്ങന്മാരുണ്ടെങ്കിൽ ആടി നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്ന ഡേറ്റ് ഇല്ലേ, നീ പോയിട്ട് കളിച്ചിട്ട് വന്നോ എന്ന് പറയുന്ന തരത്തിലുള്ള സഹോദരന്മാരായിരിക്കാം ഈ കമന്റിൽ വന്ന് കൊണക്കുന്നത്. പിന്നെ അത്യാവശ്യം
പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി, പൈസക്ക് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തീരെ ഉളുപ്പില്ലാത്ത, അതായത് വൾഗർ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ കാമുകിയുടെ അത്യാവശ്യം ന്യൂഡിറ്റി അത് എക്സ്പോസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം കണ്ടെത്തുന്ന ആൾക്കാരാണെന്ന്. അതായത് കപ്പിൾ ബ്ലോഗ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എടി നിനക്ക് ഷെയ്വ്ഡ് ആണോ ഇഷ്ടം അല്ലെങ്കിൽ ഷെയ്വ് അല്ലാത്തതാണോ ഇഷ്ടം എന്നുള്ള തരത്തിൽ ഡബിൾ മീനിങ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. അല്ലെങ്കിൽ അത് ആ രീതിയിൽ പ്രേക്ഷകരിലേക്ക് ഒരു എന്താ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു തരത്തിലൊരു എക്സൈറ്റ്മെന്റ് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്തിട്ട് സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം കാമുകിയെ അല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ ഇത്തരത്തിൽ കച്ചവടവൽക്കരിക്കുന്ന മൈലുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. വേറെ എത്രയോ നല്ല കണ്ടന്റുകൾ ഉണ്ട്, അതൊന്നും വർക്കൗട്ട് ആവില്ല. ശരിയാണ്. ഇപ്പൊ ഞാൻ എന്ത് നല്ല ട്രാവൽ കണ്ടന്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് റീച്ച് കിട്ടില്ല. കാരണം ഇന്നത്തെ ആൾക്കാർക്ക് സമൂഹത്തിന് വേണ്ടത് അത്യാവശ്യം മസാല നിറഞ്ഞ സാധനങ്ങളും അത്യാവശ്യം ഒരു ഇത് വേണം, അവർക്ക് ക്യൂരിയോസിറ്റി, ഒരു എക്സൈറ്റ്മെന്റ്, ഇങ്ങനത്തെ ഒരു അഡൾട്ട് കണ്ടന്റ്, ഇങ്ങനത്തെയൊക്കെയാണ് ആൾക്കാർക്ക് താല്പര്യം. അപ്പൊ ഇങ്ങനെ രാത്രി അഴിച്ചുവിടുന്ന സഹോദരന്മാരും തന്തമാരും തള്ളമാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെ എന്റെ കമന്റിൽ വന്നിട്ട് മോശമായിട്ട് കൊണക്കുള്ളൂ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ എന്നെ ഇഷ്ടപ്പെടാത്ത കുറെ മൈലുകളുണ്ടല്ലോ, ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത, വല്ലപ്പോഴും വന്നിട്ടെന്നല്ല എന്റെ എല്ലാ വീഡിയോസും സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ കമന്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമന്റ് വിട്ടിട്ട് പോകുന്ന കുറെ ബിരുദന്മാരുണ്ടല്ലോ, ധൈര്യമില്ല, തണ്ടി കുറപ്പില്ല, അവരൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം, എന്റെ സ്റ്റാൻഡ്. ഇപ്പൊ എന്റെ പെങ്ങൾ വല്ലതുമാണ് ഇത്തരത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ പോയിട്ട്, അല്ലെങ്കിൽ സ്വന്തം വീട്ടിനടുത്താണെങ്കിൽ പോലും രാത്രി ഈ ടൗണിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഇപ്പൊ രാത്രി കാലങ്ങളിൽ പർച്ചേസിന് പോകുന്നതോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതും തരുന്നില്ല. പക്ഷെങ്കിൽ ഈ പറഞ്ഞ 3 മണിക്ക് ഇവളൊരു 2-2.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതിന് പിന്നാലെ ഇവളിങ്ങനെ ഈ രീതിയിലൊരു എന്താ ഒരു അശപ്പശകളുടെ രീതിയിൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നു. അതേപോലെ അതിന് 2 കാറുകൾ പിന്തുടരുന്നു. പിന്നെ അവളെ പിക്ക് ചെയ്തുകൊണ്ട് ശരം വിട്ട പോലെ ഈ കാറുകൾ തിരിച്ചു പോകുന്നു. ഇതൊക്കെ കാണുമ്പം എന്തായാലും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്യില്ല. ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് എന്റെ പെങ്ങൾ വല്ലതും ആണെന്നുണ്ടെങ്കിൽ, എന്റെ കൺമുമ്പിലാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ ഒന്നുമില്ല, ആദ്യം ആ കാറുകാരെ ഞാൻ പിടിച്ചിട്ട് ചെവിക്കല് നോക്കി പൊട്ടിച്ച്, കേസ് വരുന്നതൊക്കെ പിന്നെ ആലോചിക്കുള്ളൂ. ആദ്യം എന്നിട്ട് ചെവിക്കല നോക്കി പൊട്ടിച്ച്, അത് എന്ത് ആരോഗ്യമുള്ളവനോ ഇല്ലാത്തവനോ ആയിക്കോട്ടെ, കൊടുത്തിട്ട് പെങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവക്കും നല്ല ചെവിക്കല നോക്കി പെട്ടപ്പെട്ടാന്ന് പിടച്ചിട്ട് കാറിൽ ഇരുത്തിച്ചിട്ട് കൊണ്ടുപോകും. പിന്നെ അമ്മയുടെ വണ്ടിയുടെ ചാവി ഞാനും വലിയുള്ളൂ. അതേ ഞാൻ അത് ചെയ്യുള്ളൂ. നല്ല നാട്ടിലുള്ള ആമ്പിള്ളേരാണെങ്കിൽ അതേ ചെയ്യുള്ളൂ. ഞാൻ അത്ര വലിയ പുരോഗമന ചിന്താഗതിക്കാരനാണ്. അപ്പൊ എന്റെ അണ്ണാക്കിൽ കൊടുക്കലായ, അപ്പോൾ ഈ നെഗറ്റീവ് കമന്റ് ഓളികൾക്കുള്ള അണ്ണാക്കിൽ കൊടുക്കലായി. ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടന്നു. ഇത് ഞാൻ കാക്കനാട് പുലർച്ചെ 2 മണിക്കും കണ്ടാണ് സംഭവം. ഞാനിങ്ങനെ സൺറൈസ് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കണ്ട കാഴ്ചയാണ്. കുറച്ച് സമയം ഞാൻ ശ്രദ്ധിക്കുന്നു. അതിനുശേഷം ഞാൻ ഫെഡറൽ ബാങ്കിന്റെ CDM ഉണ്ട് മാവേലിപുരത്ത്, അവിടെ പോയിട്ട് CDM പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, കട്ടൻ കാപ്പി കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് വീണ്ടും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു ഇപ്പൊ ചിലവർ കമന്റിൽ വന്ന് പറഞ്ഞേക്കാം, ബ്രോ അവർ വല്ല എക്സസൈസും ചെയ്യുന്നതാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷന് വേണ്ടിയിട്ടൊരു എന്തെങ്കിലും ഈ നടത്തം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വാമപ്പ് എക്സസൈസ് വല്ലതും ചെയ്യുന്നതാണെങ്കിലോ എന്നുള്ള കമന്റ് കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെനിക്കൊരിക്കലും തോന്നിയിട്ടില്ല, അങ്ങനെ ഒരു സംഭവമാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന്റെ നമ്പർ ഞാൻ വ്യക്തമായിട്ട് ആ തുടക്കത്തിലുള്ള വീഡിയോയിൽ ഞാൻ കാട്ടിയിട്ടുണ്ട്. KL40U6336 പിന്നെ KL39 എന്തോ ഒരു നമ്പറും ഈ നമ്പർ ഉണ്ടല്ലോ കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു തിരുത്തലുണ്ടെങ്കിൽ അവർ അത്തരത്തിലുള്ള എന്തെങ്കിലും വാമപ്പ് എക്സസൈസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ പുറച്ചായി 2 മണിക്കൊക്കെ വന്ന് നടന്ന് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് എന്റെ പേരിൽ ഒരു പരാതി കൊടുക്കാം. ആ വാഹനത്തിന്റെ ഉടമകൾക്ക് അവരെ പിന്തുടരുന്നതിനും ഈ വീഡിയോ ചിത്രീകരിച്ച് വ്ലോഗാക്കി മാറ്റുന്നതിനും അവർക്ക് പരാതി കൊടുക്കാം. അതിൽ ആ പെൺകുട്ടി അടക്കം ഹാജരാക്കണം. അതേ ഞാൻ പറയുള്ളൂ. കാരണം അസമയത്ത് ഇപ്പൊ സലീകുമാറിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ മറ്റേ അഡ്വക്കേറ്റ് ആയിട്ടുള്ള, എന്താണ് അസമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇരുട്ടാകുന്ന സമയം തൊട്ട് അല്ലെങ്കിൽ ആൾപെരുമാറ്റം കുറയുന്നിടം തൊട്ട് അതൊരു അസമയം തന്നെയാണ്. ശരിയാണ്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അത്രയേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ആണുങ്ങളുടെ സ്വഭാവത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഡ്രഗ് ഉപയോഗിച്ചായിക്കോട്ടെ ഉപയോഗിക്കാത്തവനായിക്കോട്ടെ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മോശം രീതിയിലുള്ള പെരുമാറ്റങ്ങളും കടന്നുകയറ്റവും അതിക്രമങ്ങളും ഒക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെങ്ങളുടെ നിഷ്കളങ്കമായിട്ടുള്ള മുഖമാണെന്ന് നിങ്ങൾ ഒന്നൊന്ന് ചിന്തിച്ചു നോക്കും. ഒരൊറ്റവട്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഒറ്റവട്ടം ചിന്തിച്ചു നോക്കാം. നിങ്ങൾ സിനിമകൾ പല ഈ മർഡർ കേസുകൾ അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള പല സിനിമകളുണ്ടല്ലോ സീനിൽ. അപ്പൊ അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ ഇനി ചിലവർക്കെങ്കിലും അത് ഉള്ളിൽ കൊള്ളും. കാരണം അയ്യോ എന്റെ പെങ്ങളാണെങ്കിലോ അല്ലെ എന്റെ ഭാര്യയാണെങ്കിലോ എന്നുള്ള തരത്തിൽ ചിന്തിച്ചിട്ട് ചിലവർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ആവും. ശരിയല്ലേ? നമ്മുടെ സിനിമ കാണുമ്പോൾ അത്തരത്തിലുള്ള ഈ റേപ്പ് ചെയ്യുന്ന രംഗങ്ങൾ അല്ലെങ്കിൽ ക്രൂരമായിട്ട് കൊല്ലുന്ന രംഗങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കുള്ളിൽ ഒരു ഭയങ്കര പെടയിലുണ്ടാവും. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ വീഡിയോ ഇത്രയും പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ കാണിച്ച പെൺകുട്ടി മുഖം വ്യക്തമല്ല എന്നില്ലെങ്കിൽ കൂടെ ആ പെൺകുട്ടിയെ നിങ്ങളുടെ പെങ്ങളായിട്ട് സങ്കല്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറേയൊക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. അവിടെ താഴ്വാരം എന്നുള്ളൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അതന്ന് അവധിയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആ താഴ്വാരം എന്നുള്ള റെസ്റ്റോറന്റ് ഒരു വട്ടം അങ്ങോട്ട് പൂട്ടിച്ചിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഡ്രഗ്സും ഇതിന്റെയൊക്കെ സപ്ലൈസ് ഉണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും വരുന്നത്. കാരണം അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ആൾക്കാർ ഇപ്പം നല്ല രീതിയിൽ അവിടെ ഒരു അന്നദാന ചടങ്ങുണ്ട് അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് പോകാൻ താല്പര്യമില്ല. ആൾക്കാർക്ക് എന്റർടൈൻമെന്റ്, സുഖിക്കുക, രസിക്കുക, ആട്ടം പാട്ടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ രീതിയിൽ അടിച്ചു പൊളിക്കാനാണ് ആൾക്ക് താല്പര്യം. ഈ വിമൻ, മണി,
ഡ്രഗ്സ്, എന്റർടൈൻമെന്റ്, ഈ 4 കാര്യത്തിലാണ് ഇന്ന് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. വിമൻ, പെൺകുട്ടികൾ കളിക്കാം, പിടിക്കാം, എന്ത് വേണം ചെയ്യാം. മണി, പൈസനെ കൊണ്ട് നമുക്ക് എന്തും വാങ്ങാം, വാഹനം, എന്ത് തൊട്ട് ഉപ്പ് തൊട്ട് കറപ്പരം വരെ എന്തും വാങ്ങി നമുക്ക് എന്ത് വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളും വാങ്ങാം, കടയിൽ കയറാം, എന്തും ചെയ്യാം. ശരിയല്ലേ? ഡ്രഗ്സ്, അതിന്റെ ഉത്തേജകം അല്ലെ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രസരിപ്പ് അല്ലെ, അതിന്റെ ഒരു ഇമ്പാക്ട് വേറെ തന്നെയാണ് ഒരാളുടെ ബോഡിയിൽ. അത് പിന്നെ എന്റർടൈൻമെന്റ്, ഈ ആട്ടം പാട്ട് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ കൂത്തടിക്കുന്ന പല പരിപാടികൾ. ശരിയല്ലേ? ഇതാണ് ഇന്നത്തെ ന്യൂജൻ യൂത്ത് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയങ്ങൾ. അപ്പോൾ താഴ്വാരം എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിനെ പറ്റി കുറേ പേരിനോട് മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി അറിയുന്ന ആൾക്കാരാണെങ്കിലും പാസഞ്ചേഴ്സ് ആണെങ്കിലും, അല്ലെ അതിന്റെ അടുത്ത് ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അങ്ങനെ അല്ലെ ഗൂഗിൾ മാപ്പിൽ പോലും നിങ്ങൾ അതിന്റെ റിവ്യൂ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊന്നും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു നോൺ സ്മോക്കറാണ്, ടീ ടോട്ടലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. കാരണം അവിടെ കുറേ യങ്സ്റ്റേഴ്സ് വന്നിട്ട് കുറേയൊക്കെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ഒത്തിരി പേരുണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് വന്നത്, എന്റെ കൂടെ നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഗൈ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു ഗുഡ് ലുക്കിംഗ് ഗേൾ ഉണ്ട് എന്നുള്ളത് മറ്റുള്ള ആൾക്കാരിലേക്ക് ഷോ കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ആൾക്കാർ ഇത്തരത്തിൽ എന്റർടൈൻമെന്റ്, പബ്ബ്, പാർട്ടി എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ പല ഹോട്ടലുകൾ ഇപ്പം പല മുക്കിന് മൂലക്ക് കാക്കനാട്, എറണാകുളം ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടുതലും ക്യാൻവാസ് ചെയ്യുന്നത് ഇപ്പൊ യങ്സ്റ്റേഴ്സ് അല്ലെ IT കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ക്യാൻവാസ് ചെയ്തിട്ട് അല്ലെ അവരിലേക്കാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം അവരിലേക്ക് ടാർഗറ്റ് ചെയ്യുമ്പം കൂടുതൽ പേര് വരും, കൂടുതൽ റവന്യൂ കിട്ടും ആ റെസ്റ്റോറന്റിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആരും തന്നെ ഭക്ഷണം കഴിക്കണം അല്ലെ വിശക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് കൊണ്ടല്ല അവർ ശരിക്കും പറഞ്ഞ റെസ്റ്റോറന്റുകളിലൊക്കെ പോകുന്നത്. അവർക്കൊന്ന് ചില്ലാവണം, അവർക്കൊന്ന് അടിച്ചു പൊളിക്കണം, അവര് ഒന്ന് ആൾക്കാരുടെ മുമ്പിൽ ഒരു ഗാദറിംഗ് എന്നുള്ളതൊക്കെയാണ് അവർ കണക്കാക്കുന്നുള്ളൂ. 4 ആൾക്കാരുടെ മുമ്പിൽ ഒന്ന് കൂടണം എന്ന് മാത്രമല്ല, അല്ലാതെ വിശന്നിട്ടൊന്നല്ല ഈ തരത്തിൽ പല മോഡേൺ റെസ്റ്റോറന്റുകളിലും പോകുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, 200-300 കൊടുത്ത ഒരു സാധനം വാങ്ങുമ്പോൾ ആ ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയുടെ പൈസക്ക് കിട്ടുന്നതേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല അവരാണെങ്കിലും അതിന്റെ ഒരു ഭാഗം കഴിച്ചിട്ട് ബാക്കി വേസ്റ്റ് ആക്കുകയും ചെയ്യും. അത് ഞാൻ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ ഈ ഒരു ട്രെൻഡാണ് നമ്മുടെ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ നടന്നു പോകുന്നത്. വിശപ്പറിഞ്ഞിട്ടൊന്നല്ല ഇവർ പോകുന്നത് എന്നർത്ഥം. അതിപ്പം സമൂഹത്തിൽ ഇപ്പം നമുക്കറിയാം, വീടുണ്ടാക്കുന്നതായിക്കോട്ടെ, ഒരു വാഹനം വാങ്ങുന്നതായിക്കോട്ടെ, ഒരു മൊബൈൽ വാങ്ങുന്നതായിക്കോട്ടെ, എല്ലാത്തിനും ആൾക്കാർ കോമ്പറ്റീഷനാണ്. അല്ലെ, എനിക്ക് അവൻ ഇന്ന് വാങ്ങി, എനിക്ക് അതിനും വലിയത് വാങ്ങണം, അവൻ ഇന്നേ സാധനം ഉണ്ടാക്കി, എനിക്ക് അതിനും വലിയ സാധനം ഉണ്ടാക്കണം, അവരൊക്കെ ഇന്നേ റെസ്റ്റോറന്റുകളിൽ പോകുന്നുണ്ട്, നമ്മൾക്കും ഇതേപോലത്തെ നല്ല റെസ്റ്റോറന്റിൽ പോയി അടിച്ചു പൊളിക്കണം എന്ന് ആലോചിക്കുന്ന ആൾക്കാരാണ് ഇന്ന് കൂടുതലും. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു ഫാക്ട് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ തെറ്റല്ല, അത് തീർത്തും എന്റെ തെറ്റല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങളുടെ മെന്റാലിറ്റി. അല്ല, നിങ്ങൾക്ക് എന്നോടുള്ള എന്തെങ്കിലും വിദ്വേഷം കാരണം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാനോ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വീഡിയോ കാണണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, ഈ താഴ്വാരത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. ആ താഴ്വാരത്തിൽ കൂടുതലും വരത്തന്മാരാണ് കൂടുതലും വരുന്നത്. ഇപ്പൊ എറണാകുളത്ത്, കാക്കനാട് ഭാഗത്ത് ഒരു 45% ആൾക്കാരും കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. IT കമ്പനികളിൽ ജോലി ചെയ്യുന്നതിൽ കൂടുതൽ ശതമാനം പേരും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളതും അതിന് പുറത്ത് ഇപ്പം ആന്ധ്ര, തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പെൺകുട്ടികളെ അമിതമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യാനോ അല്ല അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു ബോധവൽക്കരണം, അല്ലെങ്കിൽ ഇതൊന്നും പലരുടെയും മാതാപിതാക്കൾക്ക് അറിവുള്ള കാര്യങ്ങളല്ല. സോ അവരറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാനൊരു യങ്സ്റ്ററാണ്, 28 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കുറേ പേര് പറയും, നിനക്ക് ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റ്, അതേപോലെ ഇത്തരത്തിൽ നീ അടിച്ചു പൊളിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ല, നീ പെൺകുട്ടികളുടെയും കൂടെ ഒന്നും കറങ്ങിയിട്ടില്ല, നിനക്ക് വേറെ വണ്ടികളൊന്നും ഇല്ല, ഈ ചെത്തിപ്പോകുന്ന പോലെ സൂപ്പർ ബൈക്ക് അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് കാറിൽ പോകുന്ന പരിപാടിയൊന്നും എനിക്കില്ല, രാത്രി കറക്കാൻ പോക്കില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ, മക്കളെ, നിങ്ങൾക്കൊന്നും എന്നെ പറ്റി ഒരു ചുക്കും അറിയാത്ത ആൾക്കാരാണ്. പറ്റുമെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള ലീല പാലസിന്റെയോ എക്സ്യുവിന്റെ ഒക്കെ പബിന്റെ ഒക്കെ ഒഫീഷ്യൽ പേജിൽ, ഫേസ്ബുക്ക് പേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 3-4 വർഷം മുന്നേ ഉള്ള ഗാലറിയിൽ പോയിട്ട് നോക്കുവാണെങ്കിൽ നല്ല എന്റെ കുറച്ച് മുടി നീട്ടി ഒരു വരുൺ കൃഷ്ണനൊക്കെ അതിൽ ചിലപ്പോൾ കാണാൻ പറ്റുന്നത്. മുടി നീട്ടി ഇതേ ടാറ്റു ഒക്കെ വെച്ചുകൊണ്ട് തന്നെ മുടി നീട്ടിയിട്ട് ഒരു പല ലുക്കിലുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അതിന്റെ പേജിൽ കാണാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? ഞാൻ എന്താ ഉദ്ദേശം മനസ്സിലായില്ലേ? അത് നിങ്ങളൊന്ന് നോക്ക്. ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും. അപ്പോൾ കൂടെ ചിലപ്പം പെൺകുട്ടികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ആദ്യം എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് വന്നിട്ട് കമന്റിൽ വന്നിട്ട് കിടന്ന് മെഴുകാൻ നോക്ക് നിങ്ങൾ. അതോടെ നിൽക്കട്ടെ. ഈ വീഡിയോയിൽ തന്നെ എന്നെ എങ്ങനെയെങ്കിലും കുത്തണമെന്ന് വിചാരിച്ച് നടക്കുന്ന കമന്റുകളാണ് കൂടുതൽ ഉണ്ടാവുക. ഹേറ്റേഴ്സ്, സ്ഥിരം ഹേറ്റേഴ്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് കുത്തണം. ഇപ്പം ഞാൻ വലിയ രീതിയിൽ അടിച്ചു പൊളിക്കാത്തൊരു മനുഷ്യനാണ്, അപ്പോൾ അതിന്റെ അസൂയാണ് ഇവൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അതിൻ്റെതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഗേൾ ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുമ്പം, ബ്രോ, ഞാൻ ഇപ്പം നിലവിൽ ഈ വണ്ടി ഓടിക്കുന്നുണ്ട്, എൻ്റെ ഇയോൺ കാറാണ്. ഞാനിപ്പോൾ കാറിന്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഇയോൺ കാർ ഓടിക്കുന്നുണ്ട് കഴിഞ്ഞ 1 വർഷമായിട്ട്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ വേറെയും വാഹനങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു 4-5 വാഹനം വേറെ ഉണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞ 5 വർഷത്തിൽ. അതൊന്നും തന്നെ അതെല്ലാം സെക്കൻഡ് വണ്ടികളായിരുന്നു എന്ന് മാത്രമല്ല, അത്യാവശ്യം എഞ്ചിൻ പണി വന്നിട്ടുണ്ട്. ഈ സിലിണ്ടർ ബ്ലോക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിള്ളല്, അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്കൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്ന് ഈ പിസ്റ്റൺ കയറി ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ തേയ്മാനം വന്ന വണ്ടികളായിരുന്നു അത്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കിയാണ്. ഇപ്പം ഞാനൊരു വണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിനാ ഉദ്ദേശിച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വണ്ടി എന്നുള്ളത് വണ്ടിയെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, എന്തിനെ പറ്റിയാണ്, മനസ്സിലായോ നിങ്ങൾക്ക്? അത്രേ ഉള്ളൂ. അപ്പോൾ അതും ക്ലിയർ ആയെന്ന് കരുതും. ഇനി അടുത്ത കാര്യം പറയാം. ഈ അടുത്ത് ഞാൻ പെട്രോൾ പമ്പിൽ സൺറൈസ് ഹോസ്പിറ്റലിന് തൊട്ട് മുകളിലുള്ള താഴ്വാരത്തിന്റെ ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പിൽ ഇന്ത്യയിലെ പെട്രോൾ പമ്പ്, അവിടെ രാത്രി 10 മണിക്ക് അത് ക്ലോസ്ഡ് ആണ്. അത് ഞാൻ എപ്പോഴും അവിടെ നിന്ന് കുളിക്കാറും ബാത്റൂമിൽ പോകാറൊക്കെ ഉണ്ട് രാത്രി. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോകാൻ വേണ്ടി ഞാൻ പോയപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ അവിടെ നിർത്തിയിട്ടുണ്ട്. കുറച്ച് 1 മണിക്കും കണ്ടാണ് ഒരു മോട്ടോർ സൈക്കിൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോറിന് നോക്കി, കാരണം പുറത്തൊരാൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർ അറിയട്ടെ എന്ന് കരുതി. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ മൊബൈലിൽ തോണ്ടിയിട്ട് അവിടെ ഇരിക്കുവാണെങ്കിൽ ഞാൻ അത്രയും സമയം ഇത് പിടിച്ച് നിൽക്കേണ്ടി വരുമല്ലോ പുറത്ത്. എനിക്ക് വാഷ്റൂമിൽ പോകേണ്ടത് അർജന്റ് വരും. അപ്പോൾ ഞാൻ മുട്ടിയിട്ട് നോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വന്ന് അവിടെ കാറിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ആദ്യം ഒരു ആൺകുട്ടി ഇറങ്ങി പുറത്തേക്ക് വന്നു. അതിന്റെ കൂടെ തന്നെ പെൺകുട്ടി ഇറങ്ങി. എന്താ, ഒരൊറ്റ ബാത്റൂമാണ്, ഒരൊറ്റ ടോയ്ലറ്റാണ്, അതിൻ്റെ അകത്ത് കമ്പാർട്ട്മെന്റ് തിരിച്ചുവിട്ട് വേറൊന്നുമില്ല, ഒരൊറ്റ ബാത്റൂമാണ്. ഞാൻ നോക്കുമ്പോൾ രണ്ടെണ്ണം ഇറങ്ങിയപ്പോൾ ഇവന് ഈ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് സംഭവം അവളും കളിക്കാൻ കയറുന്നു. പച്ചക്ക് പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോ എൻ്റെ കുടുംബത്തിലുള്ളതോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ളതോ ആയിട്ടുള്ള പല ആൾക്കാർ കാണുന്നുണ്ടാവും. ആര് കണ്ടാലും എനിക്ക് കുഴപ്പമുള്ള കാര്യമില്ല. കാരണം ഞാനുള്ള കാര്യമല്ല പറയുന്നത്. ഞാനിപ്പോൾ ഒരു 18 വയസ്സ് പൂർത്തിയായ ഒരു യുവാവാണ്. എനിക്ക് കാര്യങ്ങളൊക്കെ നടന്ന സത്യങ്ങൾ പറയുന്നതിൽ എനിക്കൊന്നും തെറ്റായിട്ടും തോന്നില്ല. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന നാട്ടിലത്തെ മൈരികളുണ്ടെങ്കിൽ തന്നെ അവന്മാരാരും തന്നെ ഒന്നും തികഞ്ഞവന്മാരല്ല. നാട്ടിലേതായിക്കോട്ടെ അല്ലെ എൻ്റെ കുടുംബത്തിലേതായിക്കോട്ടെ അല്ലെ മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, ഒരാളും ഒന്നും തികഞ്ഞവന്മാരെന്നല്ല. ഞാൻ പിന്നെ പച്ചക്ക് എന്താണെങ്കിലും ഞാൻ പച്ചക്ക് പറയും. എനിക്ക് ഒരു ധൈര്യക്കുറവൊന്നുമില്ല. അപ്പോൾ അവന്മാരിറങ്ങി. അപ്പോൾ എനിക്ക് ദേഷ്യം കയറി വന്നു. കാരണം ഇവന്മാർക്ക് കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കയറിയത്. കാരണം എനിക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നു വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്, ഭയങ്കര സീനായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവന്മാർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് അത് കയറിയത്. ഞാനപ്പോൾ അതിൽ കൂടെ അതോട്ട് കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ അവളുടെ മുഖത്തേക്കും നോക്കുന്നുണ്ട്. ഒരു ദേഷ്യഭാവത്തിൽ ഞാനിങ്ങനെ ചൊറഞ്ഞുകൊണ്ട് ഇവനല്ലേ വിടുന്നാടാ എന്നുള്ള രീതിയിലൊരു നോട്ടം അവനെ നോക്കുന്നുണ്ട്. അവർ രണ്ടുപേരും എൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ നെർവസ് ആയിരുന്നു. കാണുമ്പം വളരെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടിയും ആൺകുട്ടിയാണ്. KL11 രജിസ്ട്രേഷൻ വണ്ടിയും കണ്ടാണ്, KL11 രജിസ്ട്രേഷൻ വണ്ടി. അപ്പോൾ ഇതാണ് കാര്യം. സംഭവം അവനും കളിക്കാൻ കയറിയതാണ്. അപ്പോൾ അവിടെ ഈ രാത്രി കാലങ്ങളിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പാസഞ്ചറായിട്ട് പോകുന്ന സമയത്തും അല്ലാത്ത സമയത്തും ആ പെട്രോൾ പമ്പ് അടച്ചു കഴിഞ്ഞാൽ കുറേ പാതിരാത്രിയൊക്കെ അവിടെ ഏതെങ്കിലും മോട്ടോർ സൈക്കിളും അല്ലെങ്കിൽ അവരൊക്കെ വന്നിട്ട് അവിടെ നിന്ന് വാഷ്റൂം ഉപയോഗിക്കുന്നത് ഞാൻ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു അവരിതൊരു പബ്ലിസിറ്റി കൊടുത്ത് ഒരു സ്ഥിരം ഒരു വേശ്യാലയം പോലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആ പെട്രോൾ പമ്പിൽ, ആ ബാത്റൂം. അത് അവിടുത്തെ ജീവനക്കാർക്ക് അറിയുണ്ടാവില്ല. കാരണം അവർ രാത്രി 10 മണിക്ക് അടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ആരുമില്ല, സെക്യൂരിറ്റി ഒന്നുമില്ല. അപ്പോൾ അതൊരു വേശ്യാലയം പോലെ അവർ മാറ്റി, അവർക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റി. അപ്പോൾ ഇത് ഞാൻ സദാചാരം ചമയുന്നൊന്നുമല്ല. അങ്ങനെ സദാചാരം ചമയാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും ഫ്രസ്ട്രേറ്റഡ് ഒന്നുമില്ല. അതായത് നമ്മൾ ഇവിടുത്തെ ആങ്ങളമാരെയും അമ്മാമാരെയും പോലെ, ഓട്ടോ സ്റ്റാൻഡിലെ അമ്മാമാരെയും പോലെ ഫ്രസ്ട്രേറ്റഡ് ഒന്നുമില്ല. കളിക്കാൻ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ല എന്നുള്ള ഇതിൽ പരിഭ്രമിച്ചുകൊണ്ട് ആ ഒരു ഇതിൽ ഫ്രസ്ട്രേറ്റഡ് ഒന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് എൻ്റെ മക്കട്ട് കയറുന്നത് നിർത്തിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പഠിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ 24/7 ഓണാണ്. ഇപ്പോൾ ഡ്രൈവർമാരെല്ലാവരെയും കാര്യമല്ല, എൻ്റെ കാര്യമാണ്. ഞാൻ ഭയങ്കര കോഷ്യസ് ആയിരിക്കും, ഞാൻ ഭയങ്കര ക്ലീൻ ആയിരിക്കും. എൻ്റെ വിഷൻ അല്ലെങ്കിൽ ഞാനൊരു സാധനം ഭയങ്കര ഇതായിട്ട് ഞാൻ അത് വാച്ച് ചെയ്യും എന്താണെങ്കിലും. അപ്പോൾ കൂടുതൽ ഞാൻ എല്ലാ കാര്യങ്ങളെ പറ്റിയും കൂടുതൽ പഠിക്കുന്ന ഒരാളാണ്. അത് നിങ്ങൾക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. കാരണം ഞാൻ ഇതുവരെ ഇവൻ എന്നെ അടിച്ചു, മറ്റവൻ എന്നെ തോണ്ടി, ഇവൻ കസ്റ്റമർ എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കുറേ ഇമ്മച്ചുവേർഡ് ടൈപ്പ് വീഡിയോസ് മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ തരത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള വീഡിയോ മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതായത് ഞാൻ ഒരു പക്വത ഇല്ലാത്തൊരുത്തനാണെന്ന് എൻ്റെ ഓപ്പോസിറ്റ് അല്ലെ എൻ്റെ കാണികൾക്ക് തോന്നത്തക്ക വിധം അത്തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ മുന്നേ കാലങ്ങളിൽ ചെയ്തത്. ശരിയല്ലേ? അത് തീർത്തും എന്താ പറയുക, ഒരു ടാക്ടിക്സ് ആണ് എന്ന് നിങ്ങൾ കൂടിക്കണം. അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോയിലും പറയാം. കാരണം ഇതുവരെ കണ്ട ആൾക്കാർക്കൊന്നും എൻ്റെ ഈ ഒരു സംസാര ശൈലിയും കാര്യങ്ങളും കേട്ടിട്ട് അത്ര പിടിക്കുന്നുണ്ടാവില്ല. അല്ലെ ഇവനെന്താ പറ്റി, ഇവനെന്താ ഇത്രയും ബോൾഡായിട്ടൊക്കെ സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച് തുടങ്ങുന്ന ആൾക്കാർ അതവിടെ മാറ്റി നിർത്താൻ നോക്കും. അപ്പോൾ നമ്മൾ സിറ്റിയുടെ പല ഭാഗങ്ങളിൽ രാത്രി കാലങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ പല കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. പല പുൽക്കൂടിനകത്ത് വെച്ചിട്ട് പല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് പല സാധനങ്ങൾ കൈമാറുന്നുണ്ടാകും. കാരിയേഴ്സ്, എന്തെങ്കിലും ഡ്രഗ് വാട്ടവർ എന്തും പല സപ്ലൈ ചെയ്യുന്നുണ്ടാവും, ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഈ ഇരുട്ടിന്റെ മറവിൽ ചെറിയ പെൺകുട്ടികളെ കാട്ടിനകത്ത് വെച്ചിട്ട് പീഡിപ്പിക്കുന്നുണ്ടാവും. അതായത് ഉഭയസമ്മതത്തോടെ പീഡിപ്പിക്കുന്നുണ്ടാവും. അവർ പല കാമകേളികളിൽ ഏർപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നതാണ്. എല്ലാ വൃത്തികെട്ട പരിപാടിയും നമ്മൾ കാണുന്നത്. നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ കാര്യം കൂട്ടാ തൽക്കാലത്തേക്ക്. ഞാൻ ഡ്രൈവർ ആയതുകൊണ്ടും സിറ്റിക്കകത്ത് 24/7 ഓടുന്നതുകൊണ്ടും ഞാൻ കാണുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ലൈഫിലുള്ള പല എക്സ്പീരിയൻസും പല കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് പല എക്സ്പീരിയൻസ്. അപ്പോൾ അത് നിങ്ങൾ ലാസ്റ്റ് അതിനെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഉത്തരം കണ്ടെത്താം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പൊരുൾ നിങ്ങൾക്ക് എന്താണ് അതിനെ കൊണ്ട് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് സ്വയം ആലോചിച്ചാൽ മനസ്സിലാവും.
ഒരു വട്ടം പണ്ട് സ്വിഗ്ഗിയിൽ ഡെലിവറി പോയിട്ട് പോകുന്ന സമയത്ത് അമൃത ഹോസ്പിറ്റലിനടുത്ത് ഒരു ഡെലിവറി എനിക്ക് കിട്ടി. അമൃത ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു ഫ്ലാറ്റിലേക്കാണ് ഡെലിവറി. അവിടെ ഇന്ന് എന്തിനും പുരുഷന്മാരുടെ മേത്ത് ചാടുന്ന സ്ത്രീകൾ, ഫെമിനിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടെ ഉൾപ്പെടുത്തുന്നത്. അന്ന് എനിക്കൊരു ട്രിപ്പ് അല്ല ബുക്കിംഗ് കിട്ടി. ഞാൻ ഡെലിവറി ചെയ്യാൻ ഫ്ലാറ്റിലേക്ക് പോയി. വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് പറഞ്ഞു മുകളിലേക്ക് വരണം, ഫ്ലാറ്റിന്റെ മുകളിലേക്ക് വരണം എന്ന് പറഞ്ഞു. 3rd floor ആണ്, 3C 3D അങ്ങനെ എങ്ങോട്ടാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 4 വർഷം മുന്നേയുള്ള കാര്യമാണ്. 4 വർഷമാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഡോക്ടറാണ്, അദ്ദേഹം ഡോക്ടറാണ്, അത് ലേഡിയാണ്. ആ ലേഡിയുടെ പേരും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ലേഡിയുടെ പേര് അമൃത ഹോസ്പിറ്റലാണ്. ഞാൻ പോയിട്ട് ഞാൻ ഡോർ നോക്ക് ചെയ്തു, ബെല്ലടിച്ചു, ഫുഡ് ഇങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ട്. അവള് വന്നത് വിവസ്ത്രയായിട്ടാണ്, ഡ്രസ് ഇല്ലാതെയാണ് അവൾ വന്നത്. ഒരു ഷോൾ എന്ന് പറഞ്ഞാൽ ടവൽ ദേഹത്ത് ഇങ്ങനെ വിരിച്ചിട്ട് എവറിത്തിങ് ഇസ് വിസിബിൾ, ക്ലീൻ, അതായത് എല്ലാം എനിക്ക് കാണാൻ പറ്റും. ആ രീതിയിലാണ് വന്നിട്ട് ഡോർ ഓൾമോസ്റ്റ് പകുതി തുറന്നിട്ടിട്ടുണ്ട്. ഞാനത് കൊടുത്തപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെയായിപ്പോയി. അത് നമ്മൾ പെട്ടെന്നൊരു മിനി അറ്റാക്ക് വന്നൊരു സമയമായിരുന്നു. കാരണം ഇതെന്താ ഇങ്ങനെയായിപ്പോയി, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞെനിക്ക് വീണ്ടും ഒരു വട്ടം എനിക്ക് അവിടെ ഡെലിവറി ഉണ്ടായിരുന്നു. ഡെലിവറിക്ക് പോയ സമയത്ത് അവരെ തന്നെയാണ് ഞാൻ കണ്ടത്. അവരെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി. ആ ഷോക്കായി പോയ സമയത്ത് ഞാൻ അപ്പം തന്നെ അവിടെ ഇങ്ങനെ സൈഡായി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അവർ നല്ലൊരു വാട്ടർ ബോട്ടിൽ, പുതിയൊരു, അതായത് അത്യാവശ്യം പൈസയുടെ വാട്ടർ ബോട്ടിൽ എനിക്ക് എന്നിട്ട് വെള്ളം എന്ന് പറഞ്ഞു കുടിച്ചു തന്നു. വാട്ടർ ബോട്ടിൽ തിരികെ കൊടുക്കാൻ നിന്നപ്പോൾ കുഴപ്പമില്ല, നീ എടുത്തു വന്നത്. ഡോക്ടറാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഉണ്ടായ ഈ ജെൻഡർ ഉണ്ടല്ലോ, സ്ത്രീയാണ് ഞാനൊരു പുരുഷനാണ്, ഇത് രണ്ടൊന്ന് റിവേഴ്സ് ചെയ്തു. ആ ഡോർ തുറന്നത് ഒരു അർദ്ധനഗ്നയായിട്ടുള്ള ഒരു പുരുഷനും ഈ ഡെലിവറിക്ക് വന്നത് ഒരു സ്ത്രീയും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്താ നടക്കുക. അപ്പൊ തന്നെ കേസാവൂലേ? ഡെലിവറിക്ക് വന്ന യുവതിക്ക് നേരെ യുവാവ് അദ്ദേഹത്തിന്റെ മറ്റേ ലിംഗം കാണിച്ച് മറ്റേ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നമാവും, ശരിയല്ലേ? അപ്പൊ ഇതൊരു കാര്യം. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് ബാംഗ്ലൂർ ഒരു 2020 ഒരു കാര്യമാണ്. 20 ഞാൻ അവിടെ ബാംഗ്ലൂർ യൂബർ ഓടുന്ന സമയത്ത് എനിക്കൊരു പിക്കപ്പ് പറ്റി. രാവിലെയാണ് ഞാൻ പോകുന്ന സമയത്ത് പിക്ക് ചെയ്തു. പിൻ നമ്പർ പറഞ്ഞു, ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിയിൽ ഈ പെൺകുട്ടി പലരെയും വിളിക്കുന്നുണ്ട്. അവള് മലയാളിയാണ്. അവള് പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാനിത് ഹിന്ദി പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവാണ്, സംസാരിക്കുന്നുണ്ട്. അമ്മയെ വിളിച്ചു. ആ അമ്മയെ ഞാനിപ്പോൾ അതേ പിന്നെ ഹോസ്റ്റലിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു, ഇതൊക്കെ വാങ്ങിയിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അച്ഛനോട് സംസാരിക്കുന്നു. ഇതൊക്കെ സംസാരിച്ച് കോൾ കട്ട് ചെയ്തു. വീട്ടിലൊക്കെ വിളിച്ചതിന് ശേഷം കോൾ കട്ട് ചെയ്തിട്ട് പിന്നെ അവൾ അവളുടെ പെൺ സുഹൃത്തിനെ വിളിക്കുന്നു. പറടി, ഞാനിത് അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി പോയിട്ട് മറ്റേ റൂമിലോട്ട് പോയിട്ട് ഞാനിപ്പോൾ അവൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഒരുത്തിന് ഡേറ്റിംഗ് ആപ്പിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ്. അവൻ എന്നെ രാത്രി ഒന്ന് ഉറങ്ങാൻ തന്നെ വിടുന്നില്ലടി. ഭയങ്കര എൻ്റെ അമ്മോ, കിടക്കം ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ലടി. ഭയങ്കര ഇതാണ്. അതായത് രാത്രി ഉറങ്ങാൻ വിടാതെ കളിയാണെന്ന് പറഞ്ഞു. അതായത് രാത്രി ഉറങ്ങാൻ വിടാതെ അവൻ ഫുൾ ടൈം ഇവളുടെ മേത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് കുറേ സംസാരിച്ച് ഇവള് ഫുൾ അഡൽട്ട് ടോക്ക് മാത്രമാണ് നടത്തുന്നത്. വീട്ടിൽ വിളിച്ചിട്ട് അഡൽട്ട് ടോക്ക് മാത്രമാണ് നടത്തുന്നത്. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ എത്തിയപ്പോൾ ഞാൻ എത്തി. ಎಷ್ಟು എണ്ണാന്ന് ചോദിച്ചു. കന്നഡയിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു സൗദരി ഇത് 350 എന്നിട്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പോൾ അവള് ശരിക്കും മറ്റേ ഷോക്കായി പോയി. ശരിക്കും അവൾ അന്നേരം ശരിക്കും പറഞ്ഞ അവൾ വിചാരിച്ചിട്ടുണ്ടാവും ഭഗവാനെ ചത്താ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം അവൾ നാണം കെട്ട എൻ്റെ മുമ്പിൽ. കാരണം അവൾ വിചാരിക്കുന്നത് ഞാനൊരു കന്നഡികയാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. എനിക്ക് മലയാളം പറയാൻ അറിയുന്ന ഒരു ശുദ്ധ മലയാളിയാണെന്ന് അവൾക്കറിയില്ല. അവൾ അപ്പൊ തന്നെ അവൾ നാണം കെട്ടിട്ട് പൈസ തന്നിട്ട് തരുന്ന സമയത്ത് ഇങ്ങനെ താഴുവാണ്. അവൾ സീറ്റിൽ നിന്ന് ഇങ്ങനെ താണിട്ട് നാണം കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ നാണം കെട്ടിട്ട് അവളുടെ ജീവിതത്തിൽ ഇനി നാറാൻ ഇതിന്റെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നാണം കെട്ട് പൈസ തന്നിട്ട് ബാക്കി വേണ്ടാത്ത രീതിയിൽ അപ്പൊ അവൾ പിന്നോട്ടേക്ക് നടന്ന് പിന്നെ അവൾ ഒരൊറ്റ ഓട്ടം. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത്രയും നാണം കെട്ടുപോയി. നാണക്കേടിന്റെ കാര്യമല്ല ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അതായത് സ്വന്തം അച്ഛനമ്മമാരെ കബളിപ്പിച്ചുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലല്ല അന്യ നാട്ടിൽ പഠിക്കാനും ജോലിക്കും പോകുന്ന പെൺകുട്ടികളെ ചെയ്ത് കാട്ടിക്കൂട്ടുന്ന തെണ്ടിത്തരം ആണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാണ്ട് അവളെ നാണം കെട്ടാനെ പറ്റിയല്ല. അപ്പോ ഇതാണ് നിങ്ങൾ ആലോചിക്കേ. ഇവിടെയും ആ പെൺകുട്ടിക്ക് നിങ്ങളുടെ പെങ്ങളുടെ മുഖച്ഛായ ഉണ്ട് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് വിവരം അറിയും. അപ്പോ നിങ്ങൾക്ക് ഉള്ളിൽ തട്ടും. കാരണം നിങ്ങൾ ആരും തന്നെ അത്യാവശ്യം നട്ടിലുള്ള നല്ല തന്തക്ക് പറഞ്ഞ ഒരു ആൺകുട്ടിയും തന്റെ പെങ്ങളെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കാണണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കൂല, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്റെ ലൈഫിൽ എനിക്ക് മുന്നേ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 4-5 ഉണ്ടായിരുന്നു. അതെല്ലാം ഫ്രോഡായിരുന്നു. എല്ലാം ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രശ്നം തന്നെ, ഞാൻ നല്ല രീതിയിൽ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അതൊരു ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളെ നമ്മൾ തോപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാത്തൊരു കാര്യം. അവൻ എന്ത് പഴുത് കണ്ടെത്താനും എല്ലാത്തിനും എടുക്കാനായിരിക്കും. ഞാൻ എന്നെ പൊക്കി പറയുന്നതല്ല, പക്ഷെങ്കിൽ ഞാൻ ആൾക്കാരെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു തേപ്പുകാരികൾക്കൊരു യൂണിവേഴ്സൽ പേരുണ്ടല്ലോ മലയാളത്തിൽ, എന്താണ് അറിയാലോ? അപ്പോൾ ആ പേരുള്ള ഒരു പെൺകുട്ടിയായിരുന്നു.
പരിചയപ്പെട്ടു. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചൊരു പെൺകുട്ടിയാണ്. എനിക്ക് എല്ലാ കാര്യത്തിലും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരേ സമയത്ത് 2-3 വണ്ടി ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ കുറേ വണ്ടികൾ ലൈഫിൽ ഉപയോഗിച്ച് പോകണമെന്നോ എന്നൊന്നും ആഗ്രഹമില്ല. ഏതെങ്കിലും ഒരു വണ്ടിയാണെങ്കിൽ ആ വണ്ടി അത് മാത്രം പോരെ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഞാനത് ഇഷ്ടപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ later I came to know that she was flirting with someone else too at the same time. അവൾക്ക് ഫ്ലേട്ടിംഗ് അല്ല, she was playing with someone else. അതായത് അവള് വേറെ ഒരുത്തനോടല്ല, വേറെ 2-3 ആൾക്കാരോടും ഫ്ലേട്ട് ചെയ്യുന്നുണ്ട്, മാത്രമല്ല കളിക്കുന്നു ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അത് പിന്നെ വലിയ പ്രശ്നമായി. അത് അവളുടെ വീട്ടിലറിയിച്ചപ്പോൾ സീനായി, അവളെ നാണം കിട്ടും. അപ്പോൾ ആ സമയത്ത് എൻ്റെ നാട്ടിലൊക്കെ തലശ്ശേരിയൊക്കെ അത്യാവശ്യം പലർക്കും എന്നെ അറിയായിരുന്നു. ഈ മോട്ടോർ സൈക്കിൾ റൈഡർമാർക്കിടയിലൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. കാരണം ഞാൻ KTM ക്ലബ്ബുകളിലും അല്ലെങ്കിൽ KTM റൈഡ് അല്ലെങ്കിൽ KTM മോഡിഫൈ ചെയ്യുന്ന ഒരാളാണ്. KTM ഇടകൾക്ക് പെയിന്റ് മാറ്റി അടിക്കും. അപ്പോൾ ഇത് നമ്മൾ വയനാട്ടിൻ്റെ വണ്ടിയല്ലേ എന്ന് മിക്ക സ്ഥലത്തും പോയി കഴിഞ്ഞാലും ആൾക്കാർ ചോദിക്കും, ബ്രോ എന്തൊക്കെയാണ് നിങ്ങളെ കാണലുണ്ടെന്നൊക്കെ. കാരണം ആ ഒരു ലെവലായിരുന്നു, പണ്ടത്തെ ഒരു കണ്ണാപ്പി ലെവലുള്ള ആൾക്കാരായിരുന്നു ഞാൻ പണ്ട് 2016-17 കാലഘട്ടത്തിലൊക്കെ. KTM ഇടകളൊക്കെ ഞാൻ പെയിന്റ് മാറ്റി അടിക്കും, ഫ്ലോറസെന്റ് മറ്റേ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് എന്നെ അറിയാം കുറേ പേർക്ക്. അപ്പോൾ ആ സമയത്ത് ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഈ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയിട്ട് അവൾ ആ കോളേജ് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ എന്നെ പറ്റി വളരെ മോശമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആള് മഹാ പോക്കാണ്, അവൻ ആള് ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞു എന്നെ ആൾക്കാരുടെ മുമ്പിൽ കള്ളനാക്കി. അപ്പോൾ പിന്നെ എനിക്ക് ഒരു പ്രശ്നമുണ്ട്, എന്നെ ആൾക്കാർ കള്ളനാക്കി കഴിഞ്ഞാൽ അതെല്ലാം എന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്രൂവ് ചെയ്ത് കൈ കൊടുത്തിട്ട് ഞാൻ അടങ്ങും. അവസാനം ഞാനത് കൈ കൊടുത്തു, സത്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞു. ആ കോളേജിൽ മൊത്തം ഈ പെൺകുട്ടിക്ക് തന്നെ നാണക്കേടുണ്ടായി. അവളുടെ കോളേജിലെ ക്ലാസ്മേറ്റ്സ് ഇവളെ അവണിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് തന്നെ തിരിച്ച് പണി കൊടുത്തു. കാരണം നമ്മൾ ഗാന്ധിജി ഒന്നും അല്ലല്ലോ. നമുക്ക് ഒരാൾ നല്ല ഊക്ക് വാങ്ങി തന്നിട്ട് നമ്മളെ ഒരാൾ പബ്ലിക്കിൽ നല്ല രീതിയിൽ ഇൻസൾട്ട് ചെയ്തിട്ട് നമ്മളെ ഒരാൾ ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതും കേട്ടിട്ട് മിണ്ടാതെ സാമാനത്തിലും പിടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാൻ ഞാൻ വലിയ ഗാന്ധിജി ഒന്നുമില്ല. നമ്മൾ നമുക്കൊരാൾ പണി തന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും പണി കൊടുക്കണം. അതാണോ പെണ്ണോ ആരും ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ആ സമയത്ത് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് സ്റ്റേജിലായിരുന്നു. ശരിക്കും സീരിയസ്ലി ഞാൻ ഡിപ്രസ്ഡ് സ്റ്റേജിലായിരുന്നു. എൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു. എനിക്കൊരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്താനുണ്ടായിരുന്നു. ഒരു 5000 കിലോമീറ്ററിന്റെ അറ്റംപ്റ്റ് നടത്താനുണ്ടായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഒരു വേൾഡ് റെക്കോർഡ് അടിച്ച ഒരാളാണ്. 2400 കിലോമീറ്ററിന്റെ 19ാമത്തെ വയസ്സിൽ ഒരു റെക്കോർഡ് അടിച്ച ഒരാളാണ്. എനിക്ക് അതിന്റെ ഹയർ ലെവൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഒരു റൈഡ്, എൻഡ്യൂറൻസ് റൈഡ് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ കുറെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. എൻ്റെ റൈഡിങ് എക്യുപ്മെന്റ്സ്, സ്പോൺസർഷിപ്പ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കിട്ടി നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ മെന്റലി ഡിപ്രസ്ഡ് ആയി, എൻ്റെ കൺട്രോൾ പോയി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്കുള്ള ലൈഫ് പോയി. വീട്ടുകാരായിട്ടുള്ള കോൺടാക്ട് പതിയെ കുറഞ്ഞു. ഒരു റൂമിലൊക്കെ മാത്രമായിട്ട് അടച്ചിരുന്ന ഒരു രീതിയിലേക്ക് വന്നു. ആ സമയത്ത് ഞാൻ മറ്റൊരാളായിട്ട് റിലേഷൻഷിപ്പിലായി. അവള് ഡോക്ടറാണ്, ഈ സമയത്ത് ഡോക്ടർ ആയിട്ടുണ്ട്. അവള് ഷൊർണൂരാണ് പഠിച്ചത്. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു മെമ്മറി ആയിരുന്നു. ബട്ട് എന്തുകൊണ്ട് എൻ്റെ കുറച്ചൊരു ദേഷ്യം, അതേപോലെ എൻ്റെ പല ഒരു പ്രശ്നങ്ങൾ കാരണം, ക്വാളിറ്റി കാരണം ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മ്യൂച്വലായിട്ട് ബ്രേക്ക് ചെയ്തു. അതവിടെ കഴിഞ്ഞു. പിന്നെ ഒരു 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോകുന്നത്. ആഫ്റ്റർ ലോങ് ടൈം, 3 വർഷത്തിന് ശേഷം. കാരണം അതുവരെ എനിക്ക് പിന്നെ ഈ വേണ്ട എന്തിനാണ് റിലേഷൻഷിപ്പ്, ഇതൊന്നും നമുക്ക് വർക്കൗട്ട് ആവില്ല എന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് വന്നൊരു അപ്രോച്ച്. അത് കാല് പിടിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ പണ്ടങ്ങാണ്ട് പരിചയപ്പെട്ടാണ്. എൻ്റെ നാട്ടുകാരി തന്നെയാണ്, തലശ്ശേരിക്കാരി തന്നെയാണ്, പണ്ടങ്ങ് പരിചയപ്പെട്ടാണ്. എൻ്റെ കാല് പിടിച്ച് ഇങ്ങനെ എൻ്റെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഒരു ദിവസം കണ്ടു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് വർക്കൗട്ട് ആവില്ല, എനിക്ക് ആൾക്കാരെ വിശ്വാസമില്ല എന്ന് ഞാൻ പച്ചയ്ക്കാൻ പറഞ്ഞു. അവസാനം അവൾ കപടമായിട്ടുള്ള വിശ്വാസം നൽകി എന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാനൊരു ഓവർതിങ്കർ ആണല്ലോ. ഓവർതിങ്കർ ആകുമ്പോൾ എന്ത് കള്ളത്തിലുണ്ടെങ്കിൽ ഞാൻ പോകും. അവസാനം ഞാൻ പൊക്കി. കയ്യോടെ പൊക്കുക മാത്രമല്ല, അവളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഓൾമോസ്റ്റ് 5-6 ആൾക്കാരുടെ മുകളിൽ ആൾക്കാരുണ്ട്. അത്ര ആൾക്കാരോട് ഇവിടെ ഫ്ലേട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലേട്ട് എന്ന് പറഞ്ഞാൽ സെക്സ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. സെക്സ്റ്റിംഗ് പഠിക്കാൻ മിടുക്കിയാണ്. BSc മാത്സ്, ഹോണേഴ്സ് മാത്സ്, അതായത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രിയാണ് ബ്രണ്ണൻ കോളേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടി. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഇന്റഗ്രേറ്റഡ് മാത്സ്, BSc ഹോണേഴ്സ് മാത്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. പഠിക്കാൻ മിടുക്കിയാണ്. അപ്പൊ എന്നിൽ കപടമായ വിശ്വാസം ധരിപ്പിച്ചുകൊണ്ട് ഈ പെൺകുട്ടി പലരുമായിട്ട് സെക്സ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ബ്രണ്ണൻ കോളേജിന്റെ അടുത്തുള്ള കാർഡുകളിൽ വെച്ചിട്ടും ഹോട്ടൽ റൂമുകളിൽ വെച്ചിട്ടും ഇവള് മറ്റുള്ള ആൾക്കാരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കൈയോടെ പിടിച്ചു. ചാറ്റ് ഹിസ്റ്ററി, മറ്റുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചു. അതിൽ തന്നെ 2 മുസ്ലിം പയ്യന്മാരുണ്ടായിരുന്നു. ഇവള് ഹിന്ദുവാണ്. 2 മുസ്ലിം പയ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. അതിൽ അവരുടെ ചാറ്റ് ഞാൻ കണ്ടപ്പോൾ they were trying to convert her. അതിന്റെ പ്രൂഫ് എന്റെ പക്കലുണ്ട്. അപ്പോൾ ഇതിൽ ആരും കമന്റ് അടിച്ച്, അപ്പം ഇതിൽ ഞാനൊരു മതവിദ്വേഷം കൊണ്ടുവരാൻ ശ്രമിക്കുന്നൊന്നല്ല. പക്ഷേ ഞാനൊരു ഹിന്ദുവാണ്, പ്രൗഡ് ഹിന്ദു. ഞാൻ പല മോറൽ വാല്യൂസും കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഞാൻ കണ്ടത് പലരും ഇവളെ വഴിതിരിച്ച് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതിന്റെ ചാറ്റും കാര്യങ്ങൾക്കും ഇപ്പോഴും എൻ്റെ പക്കലുണ്ട്, സ്ക്രീൻ റെക്കോർഡ് എൻ്റെ പക്കലുണ്ട്. അപ്പോൾ അതിൽ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വേറെ വീഡിയോയിൽ ഏതെങ്കിലും നമുക്ക് സംസാരിക്കാം. ഇതിൽ തൽക്കാലത്തേക്ക് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാം. അപ്പോൾ അത് കണ്ടുപിടിച്ചപ്പോൾ ഞാൻ അതും ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഇൻഫോ പാർക്കിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു ഫ്രണ്ട് ആയിരുന്നു. ബട്ട് അവക്കൊരു എന്നെ ഭയങ്കര കാര്യമാണ്, ഇഷ്ടമാണെന്നൊക്കെ രീതിയിലൊക്കെ നിന്നിട്ട് ഭയങ്കര സെൻറ്റി അടിയും ഭയങ്കര ഇതൊക്കെയായിരുന്നു.
കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഓണത്തിന്റെ സമയത്ത് ഞാൻ രാവിലെ 6 മണിക്ക് പെൺകുട്ടിയെ വിളിച്ചു. അടി എവിടെയുള്ളതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പോയാലെന്നുള്ള രീതിയിൽ വിളിച്ചു. നോക്കുമ്പോൾ എടുത്തത് വേറൊരു പയ്യൻ, അവളുടെ മുൻകാലങ്ങളിലെ ബോയ് ഫ്രണ്ട്, അല്ലെ അവളുമായിട്ട് എന്നെക്കാട്ട് മുന്നേ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിലുള്ള ഒരു പയ്യൻ. അവൻ ഭയങ്കര ജെന്യൂൻ ആയിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു നീ ആരാണ്. അപ്പൊ നമ്മൾ തമ്മിൽ തർക്കമായി. അവള് പെട്ടില്ലേ, അവള് അവിടെ പിടിക്കപ്പെട്ടു. അവസാനം അവളുടെ വീട്ടിൽ അറിയിച്ചിട്ട് ഇൻഫോ പാർക്കിൽ ലുലു സൈബർ ടവറിലുള്ള മാൻഡിൽ ടെക് എന്നുള്ള സ്ഥാപനത്തിലാണ് ഈ പെൺകുട്ടി ജോലി ചെയ്യുന്നത്. മാത്രമല്ല ഇവളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇവള് പലരുമായിട്ട് ഈ വേശ്യാവൃത്തിക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ പിടിച്ചു. അവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടല്ല, ഇവള് സ്വമേധയാ ഇവളെ നേരെ നാട്ടിലേക്ക് വണ്ടി തിരിച്ചു പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവളെ അച്ഛനെയും കൂട്ടിയിട്ട് എറണാകുളത്ത് കാക്കനാട് തിരിച്ചു വന്നിട്ട് ഇവളുടെ ലഗേജ് എടുത്ത് കൊണ്ടുപോകാൻ വന്നു. ആ കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് ഞാനാണ് ഇവരെ കമ്പനി ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യുന്നു, ഈ പറഞ്ഞ ഹോസ്റ്റലിലേക്ക് പോയിട്ട് സാധനങ്ങൾ എടുക്കാനൊക്കെ സഹായിക്കുന്നത് ഞാനാണ്. അത് ഞാൻ ആ രീതിയിൽ തന്നെ വരുത്തിയതാണ്. അതായത് ഞാൻ തന്നെ വന്ന് പിക്ക് ചെയ്യും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഒരു ഡ്രൈവർ ചമഞ്ഞിട്ട് പോയത്. അവസാനം എനിക്ക് സംസാരിക്കണമായിരുന്നു, ഈ പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛനോട് എനിക്ക് സംസാരിക്കണമായിരുന്നു. അപ്പം ഞാൻ വണ്ടി നോക്കിയിട്ട് സംസാരിച്ചു. ചായ കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ, നിങ്ങൾ ചായ കുടിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അയാൾക്കറിയില്ല ഞാൻ ഇവളുടെ കാമുകനാണെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല, ഞാനൊരു ഡ്രൈവറാണെന്നാണ് ഇദ്ദേഹം കരുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ സംസാരിച്ചു, ഞാൻ ശരിക്കും നിങ്ങൾ ഡ്രൈവറല്ല, ഞാൻ ഇവളുടെ കാമുകനായിരുന്നു, ഇവളുടെ കള്ളത്തരങ്ങൾ പിടിച്ചത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അയാളെ ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്തിട്ട് ഈ യാത്രയിലുടനീളം കാക്കനാട് വന്ന് തിരിച്ചവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയം വരെ അയാളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഭയങ്കര വിഷമം പിടിച്ചു. ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാവ മനുഷ്യൻ. അതായത് ഒരു മരംവെട്ട് തൊഴിലാളിയാണ്, പക്ക നാട്ടിൻ പുറത്തുകാരൻ. അയാൾക്ക് സിറ്റി എന്താണെന്നോ ഈ മെട്രോ റെയിൽ എന്താണെന്നോ അല്ലെങ്കിൽ ഒന്നിനെ പറ്റിയും ധാരണയില്ലാത്ത ഒരു 55-60 വയസ്സ് പ്രായമുള്ള, അതിനകത്ത് പ്രായമുള്ള ഒരു പാവ മനുഷ്യൻ. ഭയങ്കര വിഷമം പിടിച്ചു. എന്റെ ആരുമല്ല, പക്ഷെ എന്നാൽ എനിക്ക് അത് ഉള്ളിൽ എനിക്ക് കരച്ചിൽ വന്നൊരു നിമിഷമായിരുന്നു. ഭയങ്കര വിഷമം പിടിച്ചു. കാരണം അത്രയും പാവ മനുഷ്യൻ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് മംഗലാപുരത്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBA പഠിപ്പിച്ചിട്ട് വിട്ട് അച്ഛന് കൊടുക്കുന്ന ഉപഹാരമാണ്, ഈ പെൺകുട്ടി കൊടുക്കുന്ന ഉപഹാരമാണ് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഭയങ്കര വിഷമം പിടിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഒരു അമ്മയേക്കാൾ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന അച്ഛന്മാർക്കാണ്. അതാർക്കും അറിയില്ല, ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് ആർക്കും അറിയില്ല. അയാളെ മുഖം കണ്ടപ്പോയില്ലേ, അയാൾക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് സാധനം എടുത്തിട്ട് അവർക്ക് ഹോസ്റ്റലിൽ നിന്ന് സാധനം എടുത്ത് പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം എന്ന് മാത്രമേ അയാളുടെ മനസ്സിലുള്ളൂ. അയാൾ വിഷമിച്ചിരിക്കുന്ന കാണുന്ന ആൾക്കാർക്ക് കരച്ചിൽ വന്നു. എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കരച്ചിൽ വന്നു പറഞ്ഞാൽ എനിക്ക് മൂക്കൊക്കെ ഇങ്ങനെ വരച്ച് കണ്ണൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ വരുവാ. ശരിക്കും പറഞ്ഞാൽ അത്രയും വിഷം പിടിച്ചു. ഇവളൊക്കെ ഈ ബാക്കിലിരിക്കുന്ന ഇയാളുടെ മോളൊക്കെ കാണിച്ച തെണ്ടിത്തരത്തിന് അനുഭവിക്കുന്നത് ഈ പാവച്ചനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ശത്രുവൊന്നുമില്ല, ഞാനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഇവളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ 4 അടിക്കണം എന്നൊക്കെ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. പബ്ലിക്കിൽ ഈ റോഡിൽ ഇറക്കിയിട്ട് ഈ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ ആൾക്കാർ കണ്ടു നിൽക്കുക ഇവൾ അടിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു, മോനെ ദയവ് ഇത് ചെയ്യല്ല, നിന്റെ കാല് പിടിക്കാന്ന് എന്നൊക്കെ പറഞ്ഞ് അയാൾ കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട്. ഞാൻ കൈക്ക് തട്ടി മാറ്റി. ഞാൻ പറഞ്ഞു, പേടിക്കണം, എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശമില്ല എന്ന് ഞാൻ പറഞ്ഞു. ആലോചിച്ച് നോക്കണം പാവച്ചൻ അവരുടെ അവസ്ഥ. എന്നിട്ട് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ഹോസ്റ്റലിൽ ഇവളുടെ മറ്റേ കാമുകൻ അവിടെ ഉണ്ട്, വെയിറ്റിംഗ് എന്തിനാ ഇവളെ പകരം വീട്ടാ, ഇവളെ പക വീട്ടാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ വിളിച്ചു വരുത്തി അവനെ വിളിച്ചു വരുത്തിയത്. പക്ഷെ ഞാൻ അവനെ കണ്ടപ്പോൾ പറഞ്ഞ്, എടാ ഒന്നും ചെയ്യണ്ട, വിട്ടേക്ക്, അവളെന്തോ ആയിക്കോട്ടെ, നീ അത് ക്ഷമിക്കും. അവളുടെ അച്ഛൻ ഭയങ്കര പാവം മനുഷ്യനാണ്, നീ പറ്റുമെങ്കിൽ അയാളൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് സാരമില്ല പോട്ടെ, ഒരു ക്ഷമ ചോദിച്ചിട്ട് അയാളോടൊന്ന് നല്ല രീതിയിൽ നല്ല വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം അവനത് ചെയ്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഈ തെണ്ടിത്തരം ചെയ്ത ഈ ഗേൾഫ്രണ്ടിന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മളത് നല്ല രീതിക്ക് അത് ഒഴിവാക്കി അയാളെ തിരിച്ച് ഒരു സ്ഥലത്താക്കി കൊടുത്ത് ഞാൻ എന്നിട്ട് അയാളെ വേറെ യൂബർ ബുക്ക് ചെയ്തിട്ട് അയാളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അയച്ചു. പോകുന്ന വഴിക്ക് ഒരു കട്ടൻ കാപ്പിയും ഒരു ചായയും കുടിച്ചിട്ടുണ്ട്, ഒരു കടിയും കഴിച്ചിട്ടുണ്ട്. നമ്മൾ NGO ക്വാർട്ടേഴ്സിൽ എടുക്കും. ആ സമയത്ത് ഞാൻ അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോ ഇങ്ങനെ നമ്മൾ സെൽഫി എടുത്തിട്ടുണ്ട്. ആ അച്ഛൻ ഞാനിങ്ങനെ അവരറിയാതെ ഒരു സെൽഫി എടുത്തേ, ജസ്റ്റ് ഒരു സെൽഫി എടുത്തതാണ്. പക്ഷെ ആ അച്ഛനില്ലേ, അയാൾ ചായ കുടിക്കുമ്പോൾ അയാൾ കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട്. അയാളെ കൈ ഇങ്ങനെ വിറക്കണം. ആ കൈ വിറച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ നിലത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഒരു വശത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ചായ കുടിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഏതൊരുത്തനും ഒരു അത്യാവശ്യം ഒരു മനസാക്ഷിയുള്ള ഒരുത്തനാണെങ്കിൽ കരിഞ്ഞു പോയി ശരിക്കും പറഞ്ഞു. ആ ഫോട്ടോ ഇപ്പോഴും എന്റെ പക്കലുണ്ട്. ആ ഫോട്ടോ എന്തൊക്കെ ഞാൻ കാണുന്നുണ്ടോ എനിക്ക് ആ ഒരു സംഗതികളൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മ വളരെ വ്യക്തമായിട്ട് വരും. അപ്പോൾ ഇതേപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ മാത്രം, എന്റെ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ, പല ആൾക്കാരുടെ കാര്യത്തിൽ. ഇന്നത്തെ കാലത്ത് ആരെയും ആണിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പെണ്ണിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആൾക്കാർ എങ്ങനെയാണ് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ ഇന്ന് പ്രത്യേകിച്ച് ഒരു വാല്യൂസ് ഒന്നും കീപ്പ് ചെയ്യാണ്ട് ഒന്നിനൊരു വാല്യൂ കൊടുക്കുന്നില്ല, ഒരു എത്തിക്സും ഇല്ല. തോന്നിയ പോലെ കളിച്ച് നടക്കുന്ന ഒരു പ്രായം മാത്രമല്ല, ആ രീതിയിലാണ് ഇന്നത്തെ ജനറേഷൻ. അപ്പൊ എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ ഏതോ ഒരു കാക്കനാട് നിന്ന് ഒരു സ്പൈ ഷോട്ട്, ഒരു വീഡിയോ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് എത്തിച്ചത്. എനിക്ക് പറയാനൊന്നുമില്ല. ആകെയുള്ളത് നിങ്ങൾ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, പെൺകുട്ടികൾ കാട്ടിക്കൂട്ടുമ്പോൾ, പല കാര്യങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് വീട്ടിലെ പാരന്റ്സിനായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ വളരെ ഗാഢമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആൺ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകനായിരിക്കും.
അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങൾ ചെയ്യാതിരിക്കുക. ആൺകുട്ടി എന്ത് തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാലും അത് അവൻ മാത്രമേ ആലോചിക്കണ്ടു. കാരണം ആൺകുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സഹിച്ചു പോകാൻ പറ്റും. ഇപ്പോൾ അവനിപ്പോൾ ഒരു ഡ്രഗ് കേസ് പിടിച്ചു അല്ലെങ്കിൽ പെണ്ണ് കേസ് പിടിച്ചു എന്ന് പറഞ്ഞാൽ പോലും, അവൻ ജയിലടച്ചാൽ പോലും അവൻ അത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവനത് അത്രയും ഉണ്ടാവും. അവനെ ഓർത്ത് കരയാൻ വീട്ടുകാരൊന്നും അധികം നിൽക്കില്ല. പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റുവാണെങ്കിൽ, ഇത്തരത്തിലുള്ള മോശം സാഹചര്യത്തിൽ പിടിക്കപ്പെടുവാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അതിന്റെ കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ അതിന്റെ വിഷമവും അതിന്റെ നീറ്റൽ എപ്പോഴും പാരന്റ്സിന്റെ മനസ്സിലുണ്ടാവും. അതാരും മനസ്സിലാക്കൂല. അപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു പക്വത ഇല്ലാത്ത രീതിയിൽ ഞാൻ സംസാരിക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഡ്രൈവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പല രീതിയിൽ കാണിക്കുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ വീഡിയോയിലുള്ള വരുൺ കൃഷ്ണനെ നിങ്ങൾ മാറ്റി നിർത്തി ഇതൊരു കുറച്ചൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നതാണെന്ന് എടുക്കണ്ട. അപ്പൊ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നതാണ്, അല്ല ഇവൻ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്, പറയുന്നതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതിന് റെസ്പോണ്ട് ചെയ്യാം. ദയവ് ചെയ്ത് ഇന്നത്തെ പെൺകുട്ടികളാണ് നിങ്ങൾ കണ്ട പലർക്കും നിങ്ങളെ വണ്ടി ഓടിക്കാൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെ കിണറ് പലരെ കൊണ്ടും കുഴിപ്പിച്ചിട്ട് അതും അല്ലെങ്കിൽ നിങ്ങളുടെ ചോറ് അല്ല നിങ്ങളുടെ പാല് പലർക്കും കുടിക്കാൻ കൊടുത്തിട്ട് ലാസ്റ്റ് അത് കൊണ്ട് ഏതെങ്കിലും ഒരു പാവ നിഷ്കളങ്കനായിട്ടുള്ള ഒരു യുവാവിന്റെ തലയിൽ കൊണ്ട് ഇടരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ പ്രഗത്ഭയായിരിക്കാം, അല്ല നിങ്ങൾ ഈ ഒരു മേഖലയിൽ നിങ്ങൾ ഇതിന്റെ കഴിവ് തെളിയിച്ചതായിരിക്കാം. അങ്ങനെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് നിങ്ങളുടെ ആ ഒരു ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രി, പോൺ ഇൻഡസ്ട്രി തിരഞ്ഞെടുത്ത് നിങ്ങൾ ആ വഴിക്ക് പൊക്കോ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരുത്തനെ കെട്ടിയിട്ട് നിങ്ങൾ പോയിക്കോ. ദയവ് ചെയ്ത് പാവപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെ തലയിൽ നിങ്ങൾ കൊണ്ടിടരുത് നിങ്ങളെ. അതെനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു കാര്യം പറയാം, കഴിഞ്ഞ 4 റിലേഷൻഷിപ്പിൽ അതിൽ ഏതെങ്കിലും ഒരാളെ ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ കല്യാണം കഴിക്കുവാണെങ്കിൽ അവളുടെ മുൻകാല ബോയ് ഫ്രണ്ടുകൾ എവിടെന്നെങ്കിലും കാണുമ്പോൾ ഏടാ ഞാൻ പണ്ട് കളിച്ച പെണ്ണ് എന്ന് പറയും. ഇതൊന്നും ഞാൻ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മോറൽ ഓഫ് ദി സ്റ്റോറി, നിങ്ങൾ വണ്ടി ആയിക്കോട്ടെ കിണ്ടി ആയിക്കോട്ടെ എന്തും വാങ്ങുമ്പോൾ അതിന്റെ ഓയിൽ സീൽ പൊട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കുക. ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വണ്ടി എടുത്താൽ മതി. കാരണം വണ്ടി എടുത്തിട്ട് പിന്നെ നമ്മളത് RC ക്യാൻസലേഷന് നിങ്ങൾ നിൽക്കുവാണെങ്കിൽ, ഡൈവോഴ്സിനൊക്കെ നിൽക്കുവാണെങ്കിൽ ഭയങ്കര സമയം എടുക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് ഒരു കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പെണ്ണിനെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതേ സമയത്ത് ഈ വണ്ടിക്ക് നിങ്ങൾ വിറ്റ വണ്ടിക്ക് ചിലപ്പോൾ വേറെ ഓണർ അപ്പം തന്നെ കിട്ടും. കാരണം അത് വണ്ടിയാണ്, പക്ഷെ നമ്മൾ ചണ്ടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇന്ന് ഒരു നിയമമുണ്ട്, നിയമമല്ല പ്രിവിലേജ്. എന്ത് തെണ്ടിത്തരം ചെയ്ത് കഴിഞ്ഞാലും നിയമം അവരുടെ കൂടെ നിൽക്കും. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് നിയമമില്ല, ഒരു കുഴപ്പമില്ല. മനസ്സിലാക്കിയ നല്ലത്, എല്ലാവർക്കും നല്ലത്. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, അതും കൂടെ പറഞ്ഞിട്ട് പോയേക്കാം. ഇന്ന് സ്വന്തം മക്കളെ അന്യനാട്ടുകളിലേക്ക് പഠിക്കാനും ജോലി ചെയ്യാനും വിടുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, അച്ഛന്മാരെ അമ്മമാരെ, നിങ്ങളെ മക്കളെ നിങ്ങൾ പൊന്നു മക്കളായിട്ടായിരിക്കും കാണുന്നത്. അച്ഛന്റെ പൊന്നുമോളായിട്ടും അമ്മയുടെ തങ്ക കുടമായിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അതൊക്കെ ചുമ്മാ വാക്കിൽ വർത്താനം മാത്രമേ ഉള്ളൂ. നിങ്ങളെ മക്കള് പലർക്കും ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കുന്ന വെറും കുടം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഇപ്പോൾ എറണാകുളത്ത്, ഇപ്പോൾ കേരളത്തിലെ കാര്യം പറയുന്നത് എറണാകുളത്തായിക്കോട്ടെ തിരുവനന്തപുരത്തായിക്കോട്ടെ ജോലിക്ക് പോകുന്ന മക്കളുണ്ടെങ്കിൽ എല്ലാം എന്താണ് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ വണ്ടികളായിട്ടാണ് തിരിച്ച് നിങ്ങളെ വീട്ടിലേക്ക് വരുന്നത് എന്നർത്ഥം. ഇതിൽ സ്ത്രീ വിരുദ്ധത മണ്ണാങ്കട്ട എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഇതിൽ കമന്റിൽ വന്ന് പറയും. അങ്ങനെ ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുക. സൈബർ സെല്ലിലും ജില്ലാ പോലീസ് മേധാവി ആയിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ നിങ്ങൾ പരാതി കൊടുക്കുക. ഞാനിങ്ങനെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 കാര്യമുണ്ട്. എന്റെ പക്കൽ പലതിന്റെയും പ്രൂഫുകളുണ്ട്. ഇപ്പൊ എന്നെ കബളിപ്പിച്ചതായിക്കോട്ടെ, ചീറ്റിംഗ് ഈസ് ചീറ്റിംഗ്, അതിന്റെ നിയമമുണ്ട്. IPC അല്ല, ഭാരതീയ ന്യായ സംഹിതയിൽ അതിൻ്റെതായ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പരാതികൾ അടിച്ചു കയറി കൊടുക്കും. എനിക്കൊരു പബ്ലിസിറ്റി ആവുകയും ചെയ്യും. ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആർക്കും ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉള്ളിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ, ഫെമിനിസ്റ്റുകൾക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുക. പരാതി കൊടുക്കുന്ന മാത്രം പോരാ, നിങ്ങൾ അത്യാവശ്യം ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലായിരിക്കണം പരാതി കൊടുക്കേണ്ടത്. കാരണം എനിക്ക് കുറച്ച് റീച്ച് കിട്ടുക. അങ്ങനെ റീച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇവിടുത്തെ സകലമാനം ഫെമിനിസ്റ്റുകളുടെയും പല ഫെമിനിസ്റ്റുകളുടെ ആയിക്കോട്ടെ, അല്ലെ ഇന്നത്തെ പെൺകുട്ടികളുടെ ഈ പറഞ്ഞ നിലപാടിനെ ആയിക്കോട്ടെ, അതല്ല അതിനപ്പുറത്തേക്ക് ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന പല കൊള്ളരായ്മ, അതായത് ഈ പറഞ്ഞ രീതിയിൽ വേശ്യാവൃത്തി നടത്തുന്ന പല കേന്ദ്രങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന പല സ്ഥാപനങ്ങളും ആളുകളായിക്കോട്ടെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പുറത്തുകൊണ്ട്, ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്റെ പ്രൂഫ് സഹിതം ഞാൻ പുറത്തുകൊണ്ട്. അപ്പൊ അങ്ങനെ ഗഡ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ എനിക്കെതിരെ പരാതി നൽകുക. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള പേരും പറഞ്ഞിട്ട്. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ അതാണല്ലോ ചെയ്യുന്നത്. അപമാനിക്കുന്നതല്ല, ഞാൻ കാര്യം പോലെ പറഞ്ഞത്. അപ്പോൾ അച്ഛന്റെ പൊന്നുമക്കളൊന്നും ഇവിടെ നല്ല രീതിക്കല്ല ജീവിക്കുന്നത് എന്ന് ആൾക്കാർ മനസ്സിലാക്കണം. കാരണം നിങ്ങൾ കാണുന്നില്ല നിങ്ങളുടെ മക്കൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പറയുമ്പോൾ നല്ല വിഷമമുണ്ടോ? എന്റെ മക്കൾ അങ്ങനെ ചെയ്യൂല എന്നുള്ള ഇതായിരിക്കും നിങ്ങൾ പിടിവാശി നടത്തുന്നത്. പക്ഷെ എങ്കിൽ അതല്ല സത്യം അതല്ല. നിങ്ങൾ മനസ്സിലാക്കുക. കുറച്ച് നിങ്ങളുടെ മക്കളുടെ ഒരു സംശയം നിലനിൽക്കുന്നത്
നല്ല നിലനിർത്തുന്നത്. സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, കൊച്ചിയിൽ പെൺകുട്ടികളെ പൈസയ്ക്ക് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതിപ്പം മസാജ് സെന്ററുകൾ, സ്പാ റിസോർട്ടുകളിലൊക്കെ ഇത് ലഭ്യമാണ്. പോട്ടെ, ഇതൊക്കെ പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളല്ലേ. മറ്റേ എന്താണ് ഓജീസ് കാന്താരി പറഞ്ഞ ഹോട്ടലിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മറ്റേ കുറേ വാണങ്ങളുണ്ടല്ലോ, മോഡൽ വാണങ്ങളുണ്ടല്ലോ, അവരൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്നത് എല്ലാവർക്കും അറിയാം. അതായത് ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഈ സാധനം ഇന്ന് ഇതിനാണ് മാർക്കറ്റ്, ഈ സാധനത്തിനാണ് മാർക്കറ്റ്. അപ്പോൾ ഈ സാധനം കാണിച്ചാൽ പൈസ കിട്ടും എന്നാണ്. അപ്പോൾ ഈ സാധനം കാണിച്ചിട്ടാണ് ഇന്ന് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള രശ്മി ആർ നായരോ മറ്റേ അപ്പണ്ണമ്പിള്ള, ഇത് കാണിച്ചിട്ട് തന്നെയല്ലേ മറ്റേ BMW മിനി കൂപ്പറൊക്കെ വാങ്ങിക്കൊടുന്നത്. അപ്പോൾ ഇന്ന് ആൾക്കാർ ഇതിലേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇനിയിപ്പം ഞാനൊക്കെ എൻ്റെ ജനറേഷനിലുള്ള 20-30 വയസ്സ് താഴെയുള്ള ആൾക്കാരൊക്കെ നാളെ ഒരു മുതിർന്ന ഒരു അച്ഛനോ അമ്മയോ ഒക്കെ ആകുമ്പോൾ അവരുടെ മക്കള് നാളത്തെ വളർന്നു വരുന്ന ഡോക്ടറോ എഞ്ചിനീയറോ മാത്രമായിരിക്കില്ല, നാളത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പോൺ സ്റ്റാർ അല്ലെങ്കിൽ മോഡലുകളൊക്കെ ആയിട്ടായിരിക്കും വളർന്നു വരുന്നത്. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇഷ്ടംപോലെ പൈസക്ക് കളിക്കാൻ പോകുന്ന പെമ്പിള്ളേർ ഇഷ്ടംപോലെയുണ്ട്. അതായത് ചെലവ് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ പോക്കറ്റ് മണി ഒന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ പൈസ ആവശ്യമാണെന്ന് വരുമ്പോൾ ആൾക്കാർ ഈ പണിയെടുക്കും. അത് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പൊന്നുമക്കളൊന്നും തങ്കക്കുടങ്ങളൊന്നും ഇവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ മാത്രമല്ല നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്ക് ഈ കുറച്ച് മുന്നേ ഒരു മാട്രിമോണിയൽ പോസ്റ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി തൃശ്ശൂരുകാരിയാണ്, എറണാകുളത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാനത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എൻ്റെ കയ്യിൽ ഒരു 2-3 ലക്ഷം രൂപയുണ്ട്, 4 ലക്ഷം രൂപയുടെ അടുത്തുണ്ട് എന്ന് ഞാൻ ഏതൊക്കെയോ സംസാരിക്കുന്ന രീതിയിൽ പറയണ്ടായി. അപ്പോൾ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടെന്നല്ല, പിന്നെ അതായത് ഭയങ്കര സംസാരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം എന്താ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കുട്ടിക്കറിയാം. അപ്പോൾ 2-3 വട്ടം ഞാൻ ആ വൈബ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മുന്നേ നടന്ന കാര്യമാണ്, കുറച്ച് കാലം മുന്നേ നടന്നു, അധികം കാലമൊന്നുമല്ല, മേ ബി കുറച്ച് മാസങ്ങൾ മുന്നേ നടന്ന കാര്യമാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അവളുടെ ടോക്ക് കുറച്ച് മാറ്റങ്ങൾ, അതായത് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ സംസാര രീതിയിലൊക്കെ കുറച്ച് ഭയങ്കര ശോകം, സാഡ്നെസ് അടിക്കുന്നത്. എന്താ, അവർക്കൊരു സാന്റാ മോണിക്ക എന്ന് പറഞ്ഞ ഏജൻസിയിൽ HR പോസ്റ്റിൽ ജോലി ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല, ഡിഗ്രി സപ്ലി ഉണ്ട്, അതുകൊണ്ട് സർട്ടിഫിക്കറ്റിൽ ഹാജരാക്കാൻ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കള്ള സർട്ടിഫിക്കറ്റ് അടിച്ചിട്ട് എനിക്ക് ആ സാന്റാ മോണിക്കൻ അറ്റൻഡ് ചെയ്യണം, എനിക്ക് ഇപ്പോൾ ഉള്ള സാലറിനെക്കാട്ടും നല്ല സാലറി അവിടെ കിട്ടും എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റ് അടിക്കണം, കള്ള സർട്ടിഫിക്കറ്റ് അടിക്കാൻ 40,000-50,000 രൂപ എടുത്താവും, ഇവിടെ കുറേ ഏജൻസികളൊക്കെ ഉണ്ട്, ഞാൻ അതുവഴി നോക്കുവാണ് എന്നുള്ള ഇത് എന്നോട് സംസാരിച്ചു. പിന്നെയുള്ള 2-3 ദിവസം ഈ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഓരോ ദിവസവും അതിൻ്റെ ഒരു ഇത് കൂടി ഇന്റൻസിറ്റി കൂടി വരുവാണ്. ഞാൻ പറഞ്ഞു പിന്നെ ഓരോ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വന്നു ഈ കുട്ടി. പിന്നെ ഓരോ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വന്നു എന്നോട്. എൻ്റെ ഹോസ്റ്റലിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവൾ നേഴ്സാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അവൾ അത്യാവശ്യം ഭയങ്കര പാവം കുട്ടി, അവൾക്ക് പൈസയൊന്നുമില്ല. അവളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഡോക്ടറും അങ്ങനെ ആരൊക്കെ ഉണ്ട്, അവരുടെ കൂടെയൊക്കെയാണ് രാത്രി പോകുന്നത്. കൂടെ രാത്രി പോയി കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല 5,000-10,000 ഒക്കെ വെച്ച് പൈസ തരാറുണ്ട് അവർ. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്, എന്താ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു. അതെന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കെയറിങ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അയ്യോ അങ്ങനത്തെ ഒന്നും പോയല്ലേ മോളെ, നീ അങ്ങനത്തെ പൈസ കൊടുത്തിട്ട് ശരീരം വെക്കുന്ന പരിപാടിക്കൊന്നും പോകേണ്ട മോളെ, നിനക്ക് പൈസ ഞാൻ തരാം, വരുന്നേട്ടൻ തരാം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചിട്ട്. അതായത് ശരിക്കും അതാണ് അവൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വന്നത്. എൻ്റെ കൂട്ടുകാരി ചെയ്തതുപോലെ നീ എനിക്ക് പൈസ തരുവാണെങ്കിൽ ഞാൻ നിനക്ക് എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് അവൾ പറഞ്ഞു വന്നത്. കാരണം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് നമുക്കറിയാം, 4 ലക്ഷം രൂപ അടുത്ത് പൈസ എൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് അവൾക്കറിയാം. അപ്പോൾ അത് അറിഞ്ഞതുകൊണ്ടും സാഹചര്യം മുതലാക്കാനും വേണ്ടിയിട്ട് അവൾ ആ പൈസ എന്നോട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, എൻ്റെ സുഹൃത്തൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അവൾ കളിക്കാൻ റെഡിയാണ്, അവൾ എൻ്റെ കൂടെ കിടക്കാൻ റെഡിയാണ്, അങ്ങനെയാണ് എനിക്ക് പൈസ തന്നാൽ മതി, അങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ആക്കി ഞാൻ HR ആയിട്ട് കയറും എന്ന് പറഞ്ഞു എന്നല്ല എന്ന് ഉദ്ദേശിച്ചു. ഇതാണ് ഇന്നത്തെ കാലം. ഞാൻ പറഞ്ഞു എന്ന് പറയുന്നില്ല, ഇത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നടക്കുന്നത്. അപ്പോൾ നോ സീൽ നോ ഡീൽ. ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ മരണം. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം.